ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 4 സിനിമകളുടെ ഇന്നേ ദിവസത്തെ കേരള ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ ധ്യാനിന്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അധിക സമാന കളക്ഷൻ തന്നെ ഇന്നും സിനിമ കേരള ട്രാക്കിംഗ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നു. ഇന്ന് 12 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നും 20-25 ലക്ഷം റേഞ്ചിൽ കേരള ഗ്രോസ് ഉണ്ടാകും. ഇന്നത്തോടെ അങ്ങനെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 3 കോടി കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി തിയേറ്ററുകളിൽ വിജയിച്ച ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലേക്ക് വരികയാണ്. ഇന്ന് വെള്ളിയാഴ്ച 13 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നും സിനിമയ്ക്ക് 20-25 ലക്ഷം റേഞ്ചില് കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെ 15 കോടി 25 ലക്ഷം കേരള ഗ്രോസ് വന്ന സിനിമ ഇന്നത്തോടെ 15 കോടി 50 ലക്ഷം കേരള ഗ്രോസ് നേടിയെടുക്കുന്നതാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് 23 കോടി കടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമല്ല. അപ്പോൾ പ്രിൻസ് തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുന്നു. ഇനി തിയേറ്ററുകളിൽ പരാജയം ഉറപ്പാക്കിയ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ശ്രീനാഥ് ബാസിയുടെ സിനിമയാണല്ലോ ആസാദി. ഒരാഴ്ച തിയേറ്ററുകളിലെ പിന്നിട്ട സിനിമയ്ക്ക് 36 ലക്ഷം രൂപ മാത്രമാണ് കേരള ഗ്രോസ് കളക്ഷൻ. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലെല്ലാം തന്നെ റിലീസ് ചെയ്തു എന്ന റിപ്പോർട്ടുകളുള്ള സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 50 ലക്ഷം കളക്ഷനെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി അവസാനമായിട്ട് ഇന്ന് OTT റിലീസായ നമ്മുടെ ലാലേട്ടന്റെ ഇൻഡസ്ട്രീറ്റ് വിജയം നേടിയെടുത്ത് തുടരും സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ OTT റിലീസ് ചെയ്ത് ഇന്നേ ദിവസവും സിനിമയ്ക്ക് ലക്ഷങ്ങളിൽ കളക്ഷൻ ഉണ്ട് എന്നാണ് ആദ്യം പ്രധാനമായിട്ടും പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഇന്ന് 3 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമ 5 ലക്ഷത്തിന് മുകളിൽ ഇന്നും കേരള ഗ്രോസ് നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ 30 ലക്ഷം കേരള ഗ്രോസ് ഉണ്ടായിരുന്ന സിനിമ ഇന്നത്തെ സിനിമയുടെ 6ാമത്തെ വെള്ളിയാഴ്ച കളക്ഷനോടെ 118 കോടി 40 ലക്ഷത്തോളം കേരള ഗ്രോസിലേക്ക് എത്തപ്പെടുന്നതാണ്. അപ്പോൾ സിനിമയുടെ അടുത്ത 2 ദിവസങ്ങളിലെ കൂടി കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഇതിനിടയിൽ ഇന്ന് തുടരുമെന്ന സിനിമ OTT റിലീസ് ചെയ്തത് കാരണം പല തിയേറ്ററുകളിൽ നിന്നും സിനിമ പിൻവലിച്ചിരിക്കുകയാണ്. സിനിമയുടെ സ്ക്രീനുകളെല്ലാം തന്നെ നരിവേട്ട ഉൾപ്പെടെയുള്ള മറ്റെല്ലാ മലയാളം സിനിമകൾക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു എന്ന് അറിയാനായിട്ട് കഴിയുന്നു. കാത്തിരിക്കൂ കൂടുതൽ കളക്ഷനായിട്ട്.